പാൽപ്പൊട്ടിൻ്റെ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ കഴിഞ്ഞ വാട്ട് എയ്റ്റ് മേഡയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്തായാലും ആരും കമൻറ്റ് ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷേ എന്നെ നാണം കെടുത്താതിരിക്കാനായിട്ട് ഒരു കമൻറ്റ് വന്നിരുന്നു. അത് വേറെ ആരുമല്ല, ഷീസ് മൈ കസിൻ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും ഇടാൻ വെച്ചിരുന്ന ആ റെസിപ്പി ഞാൻ അവൾക്കും കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഇട്ടിട്ട് നമുക്ക് കൊത്തി എരിഞ്ഞ് വെച്ചിട്ട് ക്യാരറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പുട്ടിന് നമ്മൾ സാധാരണ നനയ്ക്കണ പോലെ തന്നെ വെള്ളവും ഉപ്പും ഒഴിച്ച് നനച്ചതിന് ശേഷം ഇതിലൊരു പകുതി ക്യാരറ്റ് വഴറ്റിയത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ പാൽപ്പൊടിയാണ് ഇവിടെ എടുക്കുന്നത്, തേങ്ങാപ്പാലല്ല. അപ്പോൾ പാൽപ്പൊടിയുടെ ഒരു സാഷി പാക്കറ്റാണ്. അതിൻ്റെ ഒരു ഹാഫിനേക്കാൾ കൂടുതൽ നമുക്ക് പുട്ടുപൊടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ബാക്കി ഹാഫ് നമ്മൾ തേങ്ങാപ്പീര എടുക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ തേങ്ങാപ്പീരയിലേക്ക് തന്നെ ബാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ആഡ് ചെയ്ത് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ സാധാ പുട്ടിലേക്ക് തേങ്ങാപ്പീര ആഡ് ചെയ്യുന്നത് പോലെ നമ്മൾ രണ്ടാമത് ഉണ്ടാക്കി വെച്ചേക്കണ മിക്സ് ഇട്ടതിന് ശേഷം പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റ് ആയിട്ടുള്ള നല്ല പാൽപ്പൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പം മധുരം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ എന്തായാലും ഫോളോ ചെയ്യുക. ബൈ.